പുറത്ത് ജനങ്ങളും മെഡിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടാതെ പുറത്തു പോകാൻ പറ്റില്ല. രാമേട്ട, നിങ്ങൾ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതെൻ്റെ ചുരുക്ക് ഇവിടെ തീർക്കാൻ നോക്കരുത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, രാമേട്ട ഉറപ്പാണോ? ഉറപ്പാണ്. അയാൾ ആ ക്രൈം ചെയ്തിട്ടുണ്ട് സാർ. പള്ളിപ്പാടിന് എനിക്കറിയാവുന്ന പോലെ സാറിന് അറിയില്ല. അയാൾ ഈ കാണിക്കുന്ന മുഴുവൻ അടവാണ് സാർ. രാമേട്ട, പിന്നെ ഇത്രയും നേരം ഇത്രയും പോലീസുകാർ നോക്കിയിട്ട് എന്തോന്നും കിട്ടാത്ത? ഷാഹിനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇതെപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നില്ല. എവിടെയാടാ തന്റെ ഭാര്യയെ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവള് മധുരയ്ക്ക് പോയതാണ്. സാറേ, അന്ന ടീച്ചർ. അന്ന ടീച്ചറോ? പള്ളിപ്പാടം കൊന്നെന്ന് പറഞ്ഞ അങ്ങനെ ഭാര്യയായി നിൽക്കുന്നത്. ടീച്ചർ ശരിക്കും മധുരക്കിനാണോ പോയത്? അതെ. അപ്പൊ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാണ്ടായിരുന്നിട്ടും നിങ്ങളെന്ത് ഫോൺ എടുക്കാതെ പോയത്? പോകുന്ന ധൃതിക്ക് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഇവിടുത്തെ ജോലിക്കാരി ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന കണ്ടു. ആ, ഇന്ന് കാലത്ത് വന്നപ്പോൾ നിങ്ങളുടെ മിസ്സിങ്ങുമാണ്. ഇതിനോടനുബന്ധപ്പെട്ടൊരു പരാതി ഞങ്ങളുടെ സ്റ്റേഷനിൽ തന്നു. അപ്പോൾ പോലീസ് നല്ല രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? അല്ലാതെ ഇദ്ദേഹത്തെ പേഴ്സണായിട്ട് ഹരാസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമിക്കണം. രാമേട്ടാ, വേറെന്തെങ്കിലും ഉണ്ടോ ഇനി? അശോക സാർ, കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ പള്ളിപ്പാടന്റെ ഭാര്യ ജീവനോടെ തിരിച്ചെത്തി. അപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? പോലീസോട് ആരെ അറസ്റ്റ് ചെയ്യാനോ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വന്നതല്ല. ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാതെ കഴിയുമ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുള്ള ഞങ്ങളുടെ പ്രൊസീജിയറാണ്. അതിനുവേണ്ടി വന്നു, അത്രേ ഉള്ളൂ. പ്രായമായ ഒരു മനുഷ്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നത്. നിങ്ങൾ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കരുത്. സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ചില കാര്യങ്ങളെ കുറിച്ച് സംശയം തോന്നി, അപ്പൊ അതേപറ്റി കൂടുതൽ അന്വേഷിക്കാന്ന് കരുതി. അപ്പൊ അതുവരെ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ആര് സമാധാനം പറയും സാർ? അതിനല്ലേ ഞങ്ങൾ പോലീസുകാരകത്ത് നിന്ന് മാപ്പ് പറഞ്ഞത്. അതിൽ കൂടുതൽ വേറെന്താ വേണ്ടേ? അത് പോരല്ലോ സാറേ. വാതിലടച്ച് ആരും കേൾക്കാതെ നിങ്ങൾ പറഞ്ഞ മാപ്പ് പോരെ സാറേ. നാട്ടുകാർ കേക്ക പറയണം. അത് സാറല്ല, പള്ളിപ്പാടന്റെ ദേഹത്ത് കൈവച്ചതേ ഈ സാർ. എന്നെ കൊണ്ട് മാപ്പ് സാറേ, മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ പോകുന്നത് എങ്ങനെയാ സാറേ? തെറ്റ് നമ്മുടെ ഭാഗത്താ, അതങ്ങ് പറഞ്ഞേക്ക.
സർ 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 പോലീസിന്റെ വീഴ്ചയല്ലേ സാർ ഇത്? സർ സർ മാപ്പ് പറയാൻ പോണോ? സർ ചെയ്തതിൽ കുറ്റബോധമുണ്ടോ? സർ പള്ളിപ്പാടിനെതിരെയുള്ള പോലീസിന്റെ ഗൂഢാലോചനയാണ്. സർ, സർ സർ മറുപടി പറയണം സാർ. സർ സർ എനിക്ക് ഒരു എന്നോട് ഒരുത്തിനൊരു മാപ്പം കോപ്പും പറയണ്ട. ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു തന്നാൽ നന്നായിരിക്കും. ആ പറഞ്ഞു കേട്ടില്ലേ? എല്ലാവരും പിരിഞ്ഞോണം. ഇനി ബഹളമൊന്നും വേണ്ട. എല്ലാവരും പോ, എല്ലാവരും പോ. സർ സാറിനെ എന്ത് കേരള പോലീസിനെ നാണിക്കരുത് സാർ. Please. എന്താണ് സാർ സാർ ആ, പോ, പോ, പോ. സാർ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞോളൂ സാർ. സാർ സാർ മറുപടി പറയണം സാർ. പള്ളിപ്പാടിനെതിരെ ഇനിയും ഒരു അന്വേഷണം സർ സാർ. സർ സർ സാർ മറുപടി പറയണം. സാർ എന്തെങ്കിലും മറുപടി പറയണം. എന്താണ് സാർ സാർ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. സാർ മറുപടി പറയണം. സാറേ ഒന്ന് നോക്കി. സാർ വാർത്തകൾ കാണുന്ന സാർ വിശ്വസിക്കരുത് സാർ. മീഡിയ അനാവശ്യമായിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. സാർ ജസ്റ്റ് ഒരു ഫോമിൽ എൻക്വയറി ആയിട്ട് പോയതാണ് സാർ. അതല്ല സാർ, എവിഡൻസ് എന്തെങ്കിലും എത്തിയാൻ പറ്റുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ പോയതാണ് സാർ. സാർ സാർ പ്ലീസ് സാർ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ. സാർ ഒരു സന്തോഷ വാർത്തയുണ്ട്. കണ്ണി കണ്ടെൻ്റെ കൈയും കാലും പിടിച്ചുണ്ടാക്കിയ ട്രാൻസ്ഫർ അതെന്തായാലും പോയി കിട്ടി.